നമസ്കാരം. 1984 ഈ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ കടലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വിരുദ്ധാചലം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടി ഒരു ആൺകുട്ടിയാണ്. ആ കുട്ടിയുടെ അച്ഛൻ അദ്ദേഹം ഒരു ആർമിയിൽ ഹവീൽദാറായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ചെറിയ ജോലിയൊന്നും ആയിരുന്നില്ല ആ കുട്ടിയുടെ പിതാവിനുണ്ടായിരുന്നത്. അമ്മയാകട്ടെ സാധാരണ ഒരു ജോലിക്കാരിയാണ്. ആ അമ്മ ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ ചുമടെടുക്കാൻ പോകുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പം ആ കുട്ടി ഇങ്ങനെ ജനിച്ചു വീണു. അപ്പം പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, വലിയ കുഴപ്പമൊന്നുമില്ല. 84 പട്ടാളക്കാരൻ്റെ മകനായി ജനിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി വലിയ ദാരിദ്ര്യത്തിലൊന്നുമല്ല ജീവിച്ചത്. അമ്മ ചുമട്ടുതൊഴിലാളി കൂടിയാണ്. പക്ഷേ ഈ അച്ഛൻ റിട്ടയർമെൻറ്റിലേക്ക് എത്തി. അദ്ദേഹം തിരികെ നാട്ടിലേക്ക് എത്തിയതിന് ശേഷം ഇദ്ദേഹത്തിനൊരു ചെറിയ ഒരു ദൂഷ്യ സ്വഭാവം ആരംഭിച്ചു. മദ്യപാനം തുടങ്ങി. അങ്ങനെ സ്ഥിരം ഒരു മദ്യപനായി ഈ പിതാവ് മാറിയതോടുകൂടി സ്വാഭാവികമായിട്ടും ആ വീട്ടിലേക്ക് ദാരിദ്ര്യം പതിയെ പതിയെ അരിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ ദാരിദ്ര്യത്തിൻ്റെ വക്കിൽ ആ കുട്ടി ജീവിച്ചു പോകുന്നു. അപ്പോഴും ആ പാവപ്പെട്ട അമ്മ ഈ റെയിൽവേ സ്റ്റേഷനുകളിലെ ചുമട്ടുതൊഴിലാളിയായി ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ വല്ലാത്ത മദ്യപാനിയായിരുന്നു. പിന്നീട് ഈ പറയുന്ന അമ്മയാണെങ്കിൽ ഈ രീതിയിൽ പോകുന്നു. അപ്പം ഇവനെന്ത് ചെയ്തു? സ്വാഭാവികമായും വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു. വീട്ടിലൊരു സമാധാനമില്ല. അച്ഛൻ വെള്ളമടിക്കുന്നു, അമ്മയെ ഉപദ്രവിക്കുന്നു, പട്ടിണിയാണ്, കഴിക്കാൻ ആഹാരമില്ല, സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. അങ്ങനെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ കുട്ടി എടുത്തെറിയപ്പെട്ടു. ഒരു ഇരുണ്ട ലോകത്തിലേക്ക്, ഇരുണ്ട കാലത്തിലേക്ക് എറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എറിയപ്പെട്ട ആ കുട്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരിക്കും. അവിടെ പോയിരുന്ന് കുറച്ചു നേരം ഒരു സ്വസ്ഥത കൈവരാൻ വേണ്ടിയിട്ട്, മനസ്സിനൊരു സമാധാനം, 10 ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ പെരുമാറിക്കൊണ്ട് ജീവിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ സമാധാനവും സ്വസ്ഥതയൊക്കെ വന്നു ചേരും. അങ്ങനെ ആ സ്വസ്ഥതയും സമാധാനവും ചെന്ന് ചേരാൻ വേണ്ടി പോയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷൻ പിന്നീട് അയാളുടെ ഒരു വീടായി മാറുകയായിരുന്നു. അയാൾ ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കഴിയുകയാണ്. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു? അപ്പോൾ പിന്നീട് വീട്ടിലെ ദാരിദ്ര്യവുമൊക്കെ ആലോചിച്ചപ്പോൾ ഈ കുട്ടി പതിയെ നമുക്കറിയാവുന്ന പോലെ സ്വാഭാവികം റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഏറെ സമയമൊക്കെ ഇരുന്നതിന് ശേഷം ഈ കുട്ടി പതിയെ ചെറിയ യാചന എന്നല്ലേ പറഞ്ഞത്, ഭിക്ഷ എടുക്കാൻ തുടങ്ങി. ആൾക്കാരോട് ആഹാരം കഴിക്കാൻ എന്തെങ്കിലും തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ വരുന്ന യാത്രക്കാരോടൊക്കെ ചെറിയ തോതിൽ പൈസയൊക്കെ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് ഈ ശീലം, ഈ ഭിക്ഷയെടുക്കുന്ന ശീലം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അതൊന്ന് മാറി. അതിൽ നിന്ന് മാറിയിട്ട് മോഷണം എന്ന് പറയുന്ന ഒരു തലത്തിലേക്കെത്തി. അപ്പം ആൾക്കാർ പണം ഉള്ളവരുടെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിച്ചോടുക, ഇതല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുക, അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലും യാത്രക്കാരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുക എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ ഒരു യാചകൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഒരു മോഷ്ടാവ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ഈ കുട്ടി പതിയെ മാറുകയായിരുന്നു. അങ്ങനെ അതിനിടയിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ ഒരു മോഷണ ശ്രമത്തിനിടയിൽ ഈ കുട്ടി ട്രെയിനിൽ നിന്ന് ചാടുകയായിരുന്നു. ട്രെയിനിൽ നിന്ന് മോഷണം നടത്തി പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ട്രാക്കിലേക്ക് എടുത്ത് ചാടി. ആ ചാട്ടത്തിനിടയിൽ അതൊരു അപകടമായി മാറി. ആ അപകടത്തെ തുടർന്ന് ആ കുട്ടിയുടെ ഇടത് കൈ മുറിച്ചു മാറ്റേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ കുട്ടിക്ക് ഇടത് കൈ നഷ്ടപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. പട്ടാളക്കാരനായിരുന്ന ഒരു പിതാവ്, അദ്ദേഹം മദ്യപാനത്തെ തുടർന്ന് സ്വന്തം വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടു. അങ്ങനെ ബാല്യകാലത്തിൽ അദ്ദേഹം ഈ കുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് യാചകൻ്റെ രൂപത്തിലേക്ക് വരുന്നു. പിന്നീട് ആ യാചകരിൽ നിന്ന് മോഷ്ടാവിലേക്ക് വരുന്നു. ആ മോഷണ ശ്രമത്തിനിടയിൽ ഒരു അപകടത്തെ തുടർന്ന് ആ കുട്ടിയുടെ കൈ ഒരെണ്ണം നഷ്ടപ്പെടുന്നു. അങ്ങനെ കൈ നഷ്ടപ്പെട്ടു. പിന്നീട് കൈ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും വലിയ ദുർബലനായ ഒരു കുട്ടിക്ക് കൈ നഷ്ടപ്പെട്ടാൽ എന്താണ് അവസ്ഥയുണ്ടാവുക? അവനെ ആർക്കും അത്ര ഭയക്കേണ്ടതില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി. അങ്ങനെ വന്നപ്പോൾ പലരും ഈ സഹതാപത്തിൻ്റെ കണ്ണുകളോടുകൂടിയൊക്കെ അയാളെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ഇയാളുടെ ഒരു കഴിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരുന്നതനുസരിച്ച് ഈ ഇടത് കൈയാണ് ഇല്ലാത്തത്. അപ്പോൾ ഇടത് കൈ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഈ ഇടത് കൈയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ കരുത്ത് കൂടി ഇയാളുടെ വലത് കൈയിലേക്ക് വരാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ആളിൻ്റെ ഈ ക്രൈം റെക്കോർഡ് ബ്യൂറോയിലേക്ക് തമിഴ്നാട് പോലീസിൻ്റെ ഈ ക്രൈം റെക്കോർഡിലേക്ക് എത്തിപ്പെടാൻ അധിക കാലമൊന്നും വേണ്ടി വന്നില്ല.
അവിടെ ഈ ചാർലി തോമസ് എന്ന പേരിലാണ് ശരിക്കും ഇയാൾ പിന്നീട് രേഖപ്പെടുത്തപ്പെട്ടത്. ഇപ്പോൾ കാലം കടന്നുപോയി കഴിഞ്ഞപ്പോഴേക്ക് ഈ കാലം ഒരുപാട് ഇങ്ങനെ മാറി. കടന്നു പോയി കഴിഞ്ഞപ്പോഴേക്ക് ഇയാളൊരു മനുഷ്യനെ അല്ലെങ്കിൽ കുട്ടിയിൽ നിന്ന് മാറി യുവത്വത്തിലേക്കൊക്കെ അയാൾ എത്തുന്ന ഒരു സാഹചര്യമായി. അപ്പോഴേക്ക് തന്നെ തൻ്റെ മോഷണ ശ്രമവും മോഷണങ്ങളും എല്ലാം കൊണ്ട് പോലീസിൻ്റെ ഹിറ്റ് ലിസ്റ്റിലേക്ക് ഇടം നേടി എന്നുള്ളതാണ് ചാർലി തോമസ് എന്നുള്ള പേരിൽ. അങ്ങനെ ചാർലി തോമസ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ പറയുന്ന ഒരു കൈ മാത്രമുള്ള യാചകൻ എന്ന് പറയുന്ന, സാധാരണഗതിയിൽ ഒരു കൈയുമായിട്ട് പോകുന്ന ഒരാൾക്ക് നമ്മൾ ഭിക്ഷ കൊടുക്കാറുണ്ടല്ലോ, അതിൽ നിന്ന് ഇയാൾ പതുക്കെ ചേഞ്ച് ആവുകയായിരുന്നു ഈ ചാർലി തോമസ് പതിയെ മാറി ഒടുവിൽ ഈ വല്ലാത്ത ഒരു ലൈംഗിക തൃഷ്ണ ഉള്ള ഒരു വ്യക്തിയായി അയാൾ സ്വാഭാവികമായി മാറി. അപ്പോൾ അങ്ങനെ ലൈംഗികതയോടൊപ്പം ഒരു ക്രിമിനൽ ബുദ്ധി കൂടി ഇയാളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ വളർന്നു വരുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അങ്ങനെ ഈ ട്രെയിനിൽ അദ്ദേഹം ഈ പറയുന്ന ആൾ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഇയാൾ പോവുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ സ്ഥലങ്ങളിലൊക്കെ മോഷണ കേസിൽ ഇദ്ദേഹം പ്രതിയാകുന്നതും പതിവ് ശീലമായി മാറി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ സ്ഥിരമായി മോഷണം, ലൈംഗിക കുറ്റകൃത്യം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാൾക്ക് തിരിച്ച് നമ്മുടെ കേരളത്തിൽ ഒരു ദിവസം എത്തേണ്ടി വരുന്നത്. അങ്ങനെ 2011 എന്ന് പറയുന്ന കാലത്തിലേക്ക് എത്തി. 2011 ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ്. അപ്പോൾ അങ്ങനെ ആ ദിവസം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ ഈ കുറ്റവാളിയായ ഈ ചാർലി തോമസ് എന്ന് പറയുന്ന ആൾ കയറിക്കൂടി. അങ്ങനെ കയറിക്കൂടി ആ ട്രെയിനിൽ ഇരിക്കുന്ന സമയത്താണ്, അതായത് ഈ പറയുന്ന പിന്നെ ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്ന ആ ട്രെയിനിൽ അദ്ദേഹം ഇരിക്കുകയാണ്. അതായത് എറണാകുളം ഷൊർണൂർ ട്രെയിനാണ്, പാസഞ്ചറാണ്. അപ്പോൾ എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിനുള്ളിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ഒറ്റക്കയ്യനായ ചാർലി തോമസ് കയറിക്കൂടുകയാണ്. അപ്പോഴാണ് ഒരു പെൺകുട്ടി, 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു ആ ട്രെയിനിൽ. ആ കുട്ടിയെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും മോഷണം നടത്തുകയും ഒടുവിൽ ആ കുട്ടിയെ ട്രെയിനിൽ നിന്ന് പിടിച്ച് ട്രാക്കിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. അതിനുശേഷം ട്രാക്കിലേക്ക് വീണ ആ പെൺകുട്ടിയെ ഇയാൾ വലിച്ചിഴച്ചുകൊണ്ട് അടുത്തുള്ള ഒരു പൊന്തക്കാട്ടിലേക്ക് കൊണ്ടുപോയി ആ കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നു. ഒടുവിൽ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഓടി രക്ഷപ്പെട്ട് അവിടുത്തെ ആളുകളെല്ലാം കൂടെ ഈ കുട്ടീനെ ആശുപത്രിയിൽ എത്തുന്നു. അപ്പം അങ്ങനെയാണ് ഒറ്റക്കയ്യനായ ഒരു വ്യക്തിയായി, അല്ലെ ഒറ്റക്കയ്യനായ ഒരു കൊടൂര കുറ്റവാളിയായി ഒരാൾ മാറിയ കഥയാണ് ഇത്. ആ ആളിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ 2011 കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ കാര്യം, അല്ലെങ്കിൽ ആ പേര് പറയുമ്പോൾ ഒരു പക്ഷേ മനസ്സിലാവും, സൗമ്യ എന്നാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മൾ വിളിക്കുന്ന ഗോവിന്ദച്ചാമി. കഴിഞ്ഞ വർഷം 2025 ജൂലൈ മാസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട, അതായത് അതിനുവേണ്ടി അദ്ദേഹം എടുത്ത ശ്രമങ്ങൾ, ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള, ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിക്ക് മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. ഒരു കയറിൽ തൂങ്ങി ആ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ആ മതിൽ ചാടി പുറത്തേക്ക് ഇറങ്ങി വന്ന നമുക്കെല്ലാവർക്കും അറിയുന്ന ആ ഒരു ഗോവിന്ദച്ചാമി. അപ്പോൾ ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലങ്ങൾ എത്രത്തോളമാണ് സ്വാധീനിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും മകുടോദാഹരണമാണ് ഒരു കൊടും കുറ്റവാളിയായി മാറിയ, സ്ഥിരം ലൈംഗിക കുറ്റവാളിയായി മാറിയ, ഒരു മോഷ്ടാവായി മാറിയ, പിന്നീട് കൊലപാതകയായി മാറിയ ഒരു ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റം. സ്ഥിരം അദ്ദേഹം ജനിച്ചത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുടുംബം. അവരുടെ അച്ഛൻ ഒരു മിലിറ്ററിക്കാരനാണ്. അത്യാവശ്യം നല്ല ജോലിയിലിരുന്ന ഒരാളുടെ മകനായി ജനിച്ച ചാർലി തോമസ് എന്ന് പറയുന്ന കുട്ടി വളർന്നു വന്നപ്പോൾ ലോകം കണ്ട, അല്ലെ ഇന്ത്യ കണ്ട ഏറ്റവും കൊടൂര കുറ്റവാളിയായി മാറി. എന്താണെന്ന് നമുക്കെല്ലാവർക്കും ഊഹിക്കാം. അവൻ വളർന്നു വന്ന അവൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ അവൻ ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ അവൻ സ്വയം മാറ്റപ്പെടുകയായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് ഗോവിന്ദച്ചാമി ന്യായീകരിക്കുകയല്ല. ഗോവിന്ദച്ചാമി എന്നും നമ്മുടെ മുന്നിൽ ഒരു കൊടൂര കുറ്റവാളി തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്.